ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അടിപൊളി മധുരം കേട്ടോ. ഇന്ന് നമ്മൾ മധുരം ഉണ്ടാക്കാൻ പോണത് മത്തന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ മത്തൻ വെച്ചിട്ട് എങ്ങനെ മധുരം ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഉള്ളും പുറക്കും ഒരുപോലെ മഞ്ഞ കളറുള്ള മത്തനാണ് എടുത്തുള്ളത്. ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഈ നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആവശ്യത്തിന് വെള്ളം കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തതോ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു 3 വിസിൽ വരുന്നവരെ നമ്മൾ മത്തനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി നമുക്ക് ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ ശർക്കര ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കര പാനൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ നമ്മൾ മത്തനൊക്കെ നല്ലോണം വെന്തിക്കണം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഒരു അരമുറി തേങ്ങ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കണം അതിനനുസരിച്ച് നമ്മൾ മത്തൻ്റെ സ്വീറ്റ് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഉമ്മമാർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നൊക്കെ ഈ ചക്കര മത്തനൊക്കെ ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് മത്തൻ വിളവെടുക്കുന്ന സമയത്ത് തന്നെ പറിച്ച് ഒരു സ്റ്റോർ റൂമിലൊക്കെ ഒരു മൂലൊക്കെ വെള്ളം ഒന്നും തട്ടാതെ കൊണ്ടുവെക്കും. ഈ സമയമാകുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ടാവും കേട്ടോ. അത് വെച്ചിട്ടുണ്ടാക്കുന്ന ചക്കര മത്തന് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി അത് രണ്ടും അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നല്ലോണം എല്ലായിടത്തും കൂടെ ആകണ രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ടൈറ്റ് വേണ്ടാന്നില്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ലൂസാക്കാം കേട്ടോ. ഇനി നമുക്ക് അവസാനം കുറച്ച് നല്ല നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തികച്ച ഓപ്ഷനിലാണ്. ഇട്ട് കൊടുത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചക്കരമത്തൻ്റെ ടേസ്റ്റ് ഒന്നും കുറവുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ചക്കരമത്ത അവിടെ റെഡി ആക്കണം. നല്ല ടേസ്റ്റുള്ള സ്വീറ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഇതിപ്പോഴത്തെ മത്തം കിട്ടുമ്പോൾ കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ കാണാൻ നല്ല രസമല്ല, അതുപോലെ കഴിക്കാനും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനിയും വരട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.